ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ ഞാൻ ആദ്യം തന്നെ അയമോളെ വേഗം വാക്കറിൽ കൊണ്ടുയിരുത്തി. എന്നിട്ട് ഹസ്ബൻഡിന് രാവിലെ ചായ അങ്ങനെയൊന്നും പറ്റില്ല, ഒന്നെങ്കിൽ ഹോർലിക്സ്, ബൂസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ പാല്. അപ്പോൾ ഒരു കുപ്പി പാലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാൽ ആദ്യം കാച്ചാൻ വെച്ചിട്ട് അതേമാതിരി പഴം വാട്ടിയത് അതൊക്കെ പറ്റുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പം വേഗം ഞാനൊരു 2 പഴം എടുത്തിട്ട് വാട്ടി കൊടുത്തു. അപ്പോൾ ഉപ്പ ചിക്കൻ കൊണ്ടുവന്നിരുന്നു. ആ ചിക്കന് വേഗം ഫ്രിഡ്ജ് കൊണ്ടുവച്ചു. ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഉമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു മഞ്ചേരിക്ക്. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞാനും ഉപ്പയും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിയന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, ഉമ്മ ഹോസ്പിറ്റലും പോയി. അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല, വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഉപ്പുമാവും നല്ല പാൽ ചായയൊക്കെ ഉണ്ടായിരുന്നു. അതിക്ക് ഇന്നലത്തെ ചെമ്മീൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വേഗം അയമോളെ പോയി കുളിപ്പിച്ച് ഒക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു. അയമോൾക്ക് ഞാൻ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് രാഗി കേട്ടോ. അങ്ങനെ രാഗി കൊടുത്ത് പെട്ടെന്ന് ഞങ്ങൾ വേഗം റെഡിയായി. ഹോസ്പിറ്റലിൽ 11 മണിയാകുമ്പോഴത്തേന് എത്തണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് പോവാട്ടോ ചെയ്തത്. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ തന്നെ പോകണത്. ഉപ്പ പറഞ്ഞ് ഉപ്പന്നെ ആക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉപ്പാൻ്റെ കൂടെ പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ ടോക്കൺ പോലും വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലേന് അവിടെ. ഞങ്ങളുടെ ടോക്കൺ നമ്പർ 14 അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അയമോളൊന്ന് ഉറങ്ങി എണീക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ച് കയ്യുമ്മത്തെ കെട്ടൊക്കെ അയച്ച് ചെന്നാലും വീക്കും കാര്യങ്ങളൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ 2-3 ദിവസം തെറാപ്പി ചെയ്താൽ റെഡിയാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വേഗം വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മോൾക്ക് ഫുഡ് കൊടുത്തു. അവഗാഡോ പ്യൂരിയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കഴിക്കാൻ നല്ല മടിയാണ്, എന്നാലും ഞാൻ അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചു. ഉപ്പ അപ്പോഴത്തിന് ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തിന്. അങ്ങനെ അത് കഴിച്ചു. ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഞാൻ. ഇപ്പോഴാണെന്നൊരു സമാധാനമായത്. ഇന്ന് ഫുള്ള് തിരക്ക് പിടിച്ചൊരു ദിവസേനു. ഇന്ന് രാവിലെ ഹസ്ബൻഡിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോലെ. ഉമ്മ പിന്നെ മഞ്ചേരിക്ക് ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി. ഉമ്മാക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം തന്നെയാണ്. ഉമ്മക്ക് പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഉമ്മയും പോയി, ഞങ്ങളും പോയി. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഉപ്പയാണ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ വന്നേക്ക് ഫുഡ് കഴിക്കലും കുട്ടിക്ക് ഫുഡ് കൊടുത്ത് ഓളം ഇറക്കി. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്ന് വീട്ടുജോലിയും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കുളിച്ചിറങ്ങുകയാണ്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ, ഇനി കോളേജിലേക്ക് കുറച്ച് എഴുതാനും കുറച്ച് പഠിക്കാനും ഉണ്ട്, എക്സാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. പിന്നെ ഈ മോള് ഇപ്പോൾ വീണ്ടും ഉറങ്ങിയിരിക്കണം. ഇനി എണീറ്റ് കഴിഞ്ഞിട്ട് ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്കും കൊടുക്കണം കഴിക്കാൻ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നുറങ്ങും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.